എല്ലാ തുറകളിലുള്ള ആളുകൾ വന്നത് പരീക്ഷിക്കുകയും പരിശോധിക്കുകയും ഒഴിച്ച് റിപ്പോർട്ടുകൾ യഥാർത്ഥത്തിലുള്ളതാണ്. ഇത് 145-ാമത്തെ ദിവസമാണ്. ഈ മഹാത്സവം നടക്കുന്ന സ്ഥലത്തെ ഈ ചെറിയ ദേവാലയത്തെ സഭയുടെ വരവനുസരിച്ച് മാതൃ ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. ഈ ദേവാലയത്തിന്റെ വലിപ്പം കണ്ടോടോ ഇതിന്റെ പ്രൗഢി കണ്ടോ ആഡംബരം കണ്ടോ അല്ല ഈ ദിവ്യാത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ആ കൽപ്പനയാണ് അവിടെ മാതാവിന്റെ ഫോട്ടോയ്ക്ക് സമീപിച്ചിരിക്കുന്നത്. നിങ്ങൾ ആ കൽപ്പനയിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ആ കൽപ്പനയിൽ നിന്ന് പോലും തൈലം ഒഴുകിക്കൊണ്ടിരിക്കുക. അതിൽ ശ്രദ്ധിച്ചാൽ ആർക്കും അത് പരിശോധിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവകാശമുണ്ട്. അത് തുടരുന്നത് മാത്രമേ 145 ദിവസം കൊണ്ട് 34 കുട്ടികൾ ഈ സുഗന്ധതൈലം ശേഖരിച്ചു. 24 മണിക്കൂറും ഇവിടെ യാഗനമസ്കാരങ്ങളും പ്രാർത്ഥനകളും സമർപ്പണ ശുശ്രൂഷകളും ജാഗരണ പ്രാർത്ഥനകളുമായിട്ട് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടുന്നു. എല്ലാ ദിവസവും അതാത് ദിവസം ഒഴുകി വീഴുന്നത് കുപ്പികളിൽ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ വിശുദ്ധ കുർബാന സമയത്താണ് കുർബാന തക്സായിൽ തൈലം ഒഴുകുന്നത്. അതിൽ എടുത്ത ചിത്രങ്ങളാണത്. ഇന്നലെ പുതുതായിട്ട് വെച്ച 3 ചിത്രങ്ങളാണ്. അതിൽ നിന്ന് ഇന്ന് രാവിലെ മുതൽ തൈലം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്.